എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനിയെക്കുറിച്ച് നോക്കാം. പനി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരു പേടിക്കാലാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ മഴ വരുന്ന സമയത്ത് എല്ലാവർക്കും പനിക്കാൻ വേണ്ടി തുടങ്ങും. എന്തുകൊണ്ടാണ് പനി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാളും കഴിച്ച ഫുഡ് അതിൻ്റെ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കും. അപ്പോൾ മഴ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പനിയായിട്ടത് വേസ്റ്റിനെ കത്തിക്കാനാണ് പനി വരുന്നത്. എന്നാൽ പുതിയ ആധുനിക ചികിത്സാ രീതി പ്രകാരം വൈറസ്, ബാക്ടീരിയ എന്നിവയാണ് നമുക്ക് പനി വരുത്തുന്നതെന്ന് പറയാറുണ്ട്. ഈ വൈറസ്, ബാക്ടീരിയ നമുക്ക് പനി വരുത്തുന്നത് കൊണ്ട് തന്നെ അവർ മെഡിസിൻ തന്നിട്ട് ആ പനീനെ അമർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ അമർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ പനി കുറയെങ്കിൽ നമുക്ക് ക്ഷീണം മാറില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1-2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ജലദോഷവും പനിയും വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നീടും മരുന്ന് കൊടുത്ത് അങ്ങനെ സപ്രസ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ നാട്ടിൽ ഒരുപാട് പേര് മരുന്ന് കഴിക്കാണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ അവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഇതെല്ലാം അന്തരീക്ഷത്തിലുണ്ട്. അവർ ശ്വസിക്കുന്ന വായുവിലൂടെയും അവരുടെ ശരീരത്തിൽ അത് കയറുന്നുണ്ട്. 25 വർഷമായിട്ട് മെഡിസിനൊന്നും ഉപയോഗിക്കാത്ത വ്യക്തികളുണ്ട്. അവർക്ക് പനി വന്നാൽ പോലും അവരെ ശരിക്കും മരിക്കേണ്ടത്. പനി വന്നിട്ട് നമുക്ക് ഭയമാണ് പല കാര്യത്തിലും. പനി വരുമ്പോഴത്തേക്ക് ഭയമാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് എനിക്ക് മോക്കൊക്കെ പനി വരുമ്പോൾ പേടിയായിരുന്നു. പനി കൂടിയിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? അതുകൊണ്ട് നമ്മൾ മെഡിസിൻ, എനിക്ക് ചൂട് കാണാൻ പറ്റില്ല. അപ്പോഴേക്ക് ഡോസൊന്നല്ല നോക്കുന്നത്. ഞാൻ അറിയില്ല ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒന്നും നോക്കാറില്ല. അങ്ങനെ കൊടുത്ത് ആ പനി ചൂടങ്ങ് കുറയണമെന്നുള്ളതാണ് അന്നേരം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാണ്ട് പോലും മെഡിസിൻ എടുത്ത് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോഴാണ് അക്യുപഞ്ചർ പഠിച്ചപ്പോഴാണ് അറിയുന്നത് ശരീരം അതിൻ്റെ ശരിയായ പ്രവർത്തനമാണ് നടത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ, അത് ഫുഡിൻ്റെ രൂപത്തിലായിക്കോട്ടെ, കഴിച്ചതോ ഓവറായിട്ടുള്ളതോ അല്ല രാസവസ്തുക്കൾ അടങ്ങിയ വസ്തുക്കൾ ഉള്ളിൽ കയറിയതോ, ഇത് സ്റ്റോർ ചെയ്തത് ശരീരം ഒരു സമയം എത്തുമ്പോൾ ഇതിനെ കത്തിച്ചിട്ട്, വേസ്റ്റിനെ കത്തിച്ചിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പനിക്കുന്നത്. പണ്ട് കാലത്ത് പനീനെ പേടിയില്ലായിരുന്നു. പിന്നെ പനിക്ക് പലവിധ പേരുകൾ വന്നു. ഡെങ്കിപ്പനി, കുരങ്ങ് പനി, H1N1, തക്കാളിപ്പനി, ഇങ്ങനെ പേര് നിർണയിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും പനിയെ പേടി വന്നത്. കാരണം പനി വന്നാൽ മരിക്കുമെന്നുള്ള ഒരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പനീൻ്റെ ലക്ഷണങ്ങൾ ഒന്നായിരിക്കും. എല്ലാത്തിനും ചൂട് കൂടിയ അവസ്ഥയുണ്ടാവും, പിന്നെ തലവേദന ഉണ്ടാവും, പിന്നെ ഛർദി ഉണ്ടാവും ചില ആൾക്ക് വയറിളക്കമായിരിക്കും, തൊണ്ടവേദന ഉണ്ടാവും, ഇത്രയും ചുമയുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എല്ലാത്തിൻ്റെ പൊതുവായ ലക്ഷണം. വേറെ ഒരു ലക്ഷണവും അതിന് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇത് ബാക്ടീരിയ, വൈറസ് പരത്തുന്ന രോഗമായി കണ്ട് എല്ലാം ഒരേ ലക്ഷണമായതുകൊണ്ട് തന്നെ അക്യുപഞ്ചറിൽ വന്നാൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ അസ്വസ്ഥതയും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് നോക്കിയിട്ട് ആഹരിക്കും. നിങ്ങൾക്ക് വളരെ കുറച്ച് ഭക്ഷണമേ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് നിങ്ങളെ പനി പോകും, ചിലപ്പോൾ 5 ദിവസം കൊണ്ട് പോകും, 7 ദിവസം കൊണ്ട് ഇത് ഹീലായി പോകുന്നുണ്ട്. എത്രത്തോളം വേസ്റ്റ് ഉണ്ട് അത്രത്തോളം നിങ്ങൾക്ക് പനിക്കും. ആ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യത്തിനനുസരിച്ചാണ് പനി നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഭക്ഷണം മാക്സിമം കുറച്ചുകൊണ്ട് നന്നായിട്ട് വിശ്രമിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പനി ആസ്വദിക്കാൻ വേണ്ടി പറ്റും. കാരണം ആ പനി ഹീലായി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ 2022 അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചത്. അതിനുശേഷം ഒറ്റൊരു പ്രാവശ്യം എനിക്ക് പനിച്ചിട്ടുള്ളൂ. പനിച്ചപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അക്യുപഞ്ചർ റെസ്റ്റിൻ്റെ എടുക്കാം. അവരെ വിളിച്ച് ചോദിച്ച് വീട്ടിൽ നിന്ന് തന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് ആ പനിക്കാലം നിന്നപ്പോൾ എനിക്കൊന്ന് 5 ദിവസം അങ്ങനെ പനിച്ചിരുന്നു, നന്നായിട്ട് പനിച്ചിരുന്നു. പക്ഷേ അതിന് ശേഷം സാധാരണ മെഡിസിൻ കഴിച്ചപ്പോൾ പിന്നീട് എണീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഭയങ്കര ക്ഷീണമായിരിക്കും, വായിക്ക് ചവർപ്പായിരിക്കും, ഫുഡ് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയല്ല. അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം പനി പനി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഒന്ന് പനിക്കാൻ ശരീരത്തിന് വിട്ടപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 5 ദിവസത്തിന് ശേഷം എനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്തു. പനി വിട്ടുപോയി. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര എനർജറ്റിക്. എനിക്ക് അത്ഭുതം തോന്നി. രണ്ടും രണ്ട് തരാണെന്നുള്ളത് പിന്നെ പഠിച്ചപ്പോഴാണ് അറിഞ്ഞത്.
പനികളെല്ലാം ഒന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ അക്യുപഞ്ചറിസ്റ്റ് ആയിക്കോട്ടെ, മെഡിസിൻ കഴിക്കാത്ത ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരൊക്കെ വൈറസ് ബാക്ടീരിയ വന്നിട്ട് മരിച്ചു പോകണ്ടേ പനി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലുമില്ല, അത് നമ്മൾ അതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് റെസ്റ്റ് എടുത്ത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് പനിയായിക്കോട്ടെ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്ത് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് മനസ്സിന് ധൈര്യവും വേണം. നമുക്ക് ആ പനി വന്നത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ കത്തിക്കാൻ മാത്രമാണെന്നുള്ളൊരു ചിന്ത നമ്മളിൽ വെച്ച് ഒന്ന് ഒരു സമാധാനത്തോടെ ആ പനീൻ്റെ ടൈമിലുള്ള വിശപ്പിനെയും വിശ്രമത്തിനെയും ഉറക്കത്തിനെയും ദാഹത്തിനെയും കൺട്രോൾ ചെയ്താൽ ഏറ്റവും നല്ല രീതിയിൽ പനി പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ വന്നതിന് ശേഷം ഒരാൾക്ക് പനിക്കുമ്പോൾ എല്ലാവർക്കും പനി വരുന്നുള്ള അവസ്ഥ മാറി. ചിലപ്പോൾ ജലദോഷമായിക്കോട്ടെ, വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം വന്നിട്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും, ഒരാൾക്ക് ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്നുള്ളതാണ്. അതുപോലെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പനിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് പനിച്ചപ്പോഴും വേറെ ആർക്കും പനി വന്നിട്ടില്ല. ഇനി മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും മാറി മാറി ജലദോഷം പിടിച്ചാലും വേറെ ഒരാൾക്ക് വരുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശന്ന ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി 9 മണിക്ക് ശേഷം കൃത്യമായിട്ട് ഉറങ്ങുമ്പോൾ, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുമ്പോൾ, ശരിയായ വിശ്രമം ശരീരത്തിന് കൊടുക്കുമ്പോൾ, എപ്പോഴാണോ നമ്മളെ ശരീരത്തിൽ വേസ്റ്റ് അടിഞ്ഞു കൂടുന്നത് ആ ടൈം മാത്രം നമുക്ക് മാത്രം വന്നിട്ട് പോകുന്നൊരവസ്ഥയാണ് പനി ആയിക്കോട്ടെ, ജലദോഷം ആയിക്കോട്ടെ, വയറിളക്കം ആയിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ. അത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചാണ് ഇത്തരം രോഗങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ പനീനെ പേടിച്ച് കഴിയുന്നവർ തീർച്ചയായിട്ടും മെഡിസിൻ കഴിച്ചുകൊണ്ട് പോകാം. ഇല്ലാത്തവർക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അക്യുപഞ്ചർ നല്ലൊരു ചികിത്സാ രീതിയാണ്. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു പനിക്കാലം വന്ന് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ 4 ഗോൾഡൻ റൂൾസ് പാലിക്കുകയാണെങ്കിൽ കൂടെ ഉണ്ടാകുന്ന പനി, ചുമ, ജലദോഷം ഇങ്ങനെയുള്ള ആ സാധനങ്ങൾ അതൊക്കെ മാറി തലവേദന, കൂടെ വരുന്ന തലവേദന, ഇത് കഫം മര്യാദയ്ക്ക് പുറത്തു പോകാനായിട്ട് സൈനസിൽ കെട്ടിക്കിടന്നുകൊണ്ട് ഉള്ള തലവേദനയൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ ഹീലായി പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പനീനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. പനി വന്നു കഴിഞ്ഞാൽ അതിനെ മാക്സിമം കെയർ ചെയ്തുകൊണ്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് വിശപ്പ് നോക്കി ആഹരിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവി പിടിക്കുക മാത്രമേ പുറത്തുനിന്ന് ചെയ്യേണ്ടുള്ളൂ. വേറെ അത് ചെയ്യണമെന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആവി പിടിച്ചാലും ഏറ്റവും നല്ലതാണ്. ഇത്രയും മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പനീനെ നിങ്ങൾക്ക് സ്വയം ഹീലറാണ് പനി എന്ന് പറയുന്നത്. നിങ്ങളുടെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ വേസ്റ്റിനെ കത്തിച്ച് കളഞ്ഞ് നിങ്ങൾക്ക് ഒരു ഉള്ളിലുള്ള മാലിന്യത്തെ മാറ്റി ഒരു ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പനി മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.